ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം ഒരു സിമ്പിൾ കാൽക്കുലേറ്റർ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഒരു കാൽക്കുലേറ്ററിൻ്റെ ഫുൾ ആപ്ലിക്കേഷൻസ് ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഈ 4 ബേസിക് അരിത്മെറ്റിക് ഓപ്പറേഷന്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ടെക്സ്റ്റ് ഫീൽഡും അതുപോലെ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്നാമതൊരു ടെക്സ്റ്റ് ഫീൽഡും കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ആക്ച്വൽ കാൽക്കുലേറ്റർ ആപ്ലിക്കേഷനിൽ ഒരൊറ്റ ടെക്സ്റ്റ് ഫീൽഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ലോജിക്ക് കുറച്ച് കോംപ്ലക്സ് ആണ്. അപ്പോൾ നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. ജസ്റ്റ് നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു കാൽക്കുലേറ്റർ എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പ്രോഗ്രാമിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഡിസൈൻ എ ജാവ GUI ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസുള്ള ഒരു സിമ്പിൾ കാൽക്കുലേറ്റർ ഡിസൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ആദ്യം ആവശ്യമുള്ള പാക്കേജസ് ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇമ്പോർട്ട് ജാവ ഡോട്ട് സ്വിംഗ് ആണ്. അപ്പോൾ ജാവ എക്സ് ഡോട്ട് സ്വിംഗ് ഡോട്ട് സ്റ്റാർ, ദെൻ ഇമ്പോർട്ട് ജാവ ഡോട്ട് AWT ഡോട്ട് സ്റ്റാർ. പിന്നെ ഇവൻറ്റ് ഹാൻഡ്ലിങ് വേണം. അപ്പോൾ നമ്മൾ ഇമ്പോർട്ട് ജാവ ഡോട്ട് AWT ഡോട്ട് ഇവൻറ്റ് ഡോട്ട് സ്റ്റാർ. 3 പാക്കേജും ആദ്യമേ ഇമ്പോർട്ട് ചെയ്യാം. പിന്നെ നമുക്കൊരു ക്ലാസ് ഉണ്ടാക്കാം. ക്ലാസ്സിൻ്റെ പേര് ഞാൻ കാൽക്കുലേറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. കാൽക്കുലേറ്റർ. ഓക്കെ, ദെൻ ഇവൻറ്റ് ഹാൻഡ്ലിങ് ചെയ്യുന്നതുകൊണ്ട് ഇംപ്ലിമെൻറ്റ്സ് ആക്ഷൻ ആദ്യം തന്നെ കൊടുത്തു വെക്കാം. എന്തായാലും നമുക്ക് വേണമല്ലോ ആക്ഷൻ ലിസണർ. ഓക്കെ, ദെൻ ക്ലാസ്സിൻ്റെ ഡിക്ലറേഷനായി. ഇനി വേണ്ടത് അതിൻ്റെ ക്ലാസ്സിൻ്റെ GUI ഡിസൈനാണ്. ഓക്കെ, GUI ഡിസൈൻ നമ്മൾ നേരത്തെ പ്രീവിയസ് പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൺസ്ട്രക്ടറിനകത്താണ് നമ്മൾ GUI ഡിസൈൻസ് എല്ലാം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് കൺസ്ട്രക്ടർ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ക്ലാസ്സിൻ്റെ പേര് കാൽക്കുലേറ്റർ. അപ്പോൾ കാൽക്കുലേറ്റർ എന്നുള്ള പേരിലുള്ള ഒരു ഫങ്ഷൻ, അതിനാണ് നമ്മൾ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്ട്രക്ടർ ഡിക്ലെയർ ചെയ്തു. ഇനി അതിനകത്ത് കംപ്ലീറ്റ് GUI ഡിസൈൻസ് എല്ലാം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് ഇപ്പോൾ എൻ്റർ ദ നമ്പർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടെക്സ്റ്റ് ഫീൽഡിൽ നമ്പർ എൻ്റർ ചെയ്യണം. അടുത്തത് എൻ്റർ സെക്കൻഡ് നമ്പർ എന്ന് പറയുമ്പോൾ അടുത്ത ടെക്സ്റ്റ് ഫീൽഡിൽ നമ്പർ എൻ്റർ ചെയ്യണം. പിന്നെ റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ ഒരു ടെക്സ്റ്റ് ഫീൽഡ്. പിന്നെ ആഡ്, സബ്, മൾട്ടി, ഡിവ് എന്ന് പറഞ്ഞ് 4 ബട്ടൺസ് ആണെങ്കിൽ ഒരു ക്ലിയർ എന്ന് പറഞ്ഞ ബട്ടണും കൂടെ കൊടുക്കാം. ഓക്കെ, ഇത്രയാണ് നമ്മുടെ റിക്വയർമെൻറ്റ്. അപ്പോൾ നമുക്ക് ആ GUI ഡിസൈൻ ചെയ്യാം. ആദ്യം നമുക്ക് ഫ്രെയിം ഉണ്ടാക്കണം, ഔട്ടർ മോസ്റ്റ് വിൻഡോ. ഓക്കെ, അപ്പോൾ JFrame എന്ന് പറഞ്ഞ ക്ലാസ് യൂസ് ചെയ്യാം. JFrame F = ന്യൂ JFrame. അതിൻ്റെ ടൈറ്റിലായിട്ട് കാൽക്കുലേറ്റർ എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഔട്ടർ മോസ്റ്റ് വിൻഡോ ആയി. അതിനൊരു സൈസ് കൊടുക്കുക. F ഡോട്ട് സെറ്റ് സൈസ് ഒരു 300 കൊടുത്ത് നോക്കാം നമുക്ക്. പിന്നെ F ഡോട്ട് സെറ്റ് വിസിബിൾ ബ്രാക്കറ്റിൽ ട്രൂ എന്ന് കൊടുക്കാം, വിസിബിൾ ആക്കാം. പിന്നെ അതിൻ്റെ ലേഔട്ട് കൂടി ചേഞ്ച് ചെയ്യാം. F ഡോട്ട് സെറ്റ് ലേഔട്ട് ബ്രാക്കറ്റിൽ ന്യൂ ഫ്ലോ ലേഔട്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകാത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രെയിം ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് 300x300 സൈസിലുള്ള ഒരു വിൻഡോ ഇപ്പോൾ ക്രിയേറ്റ് ആയി. ഇനി ആവശ്യമുള്ള കമ്പോണൻസ് ക്രിയേറ്റ് ചെയ്യാം. ലേബിൾസ് ഉണ്ടാക്കാം. ആദ്യം JLabel L1 = ന്യൂ JLabel നമ്പർ 1 കൊടുക്കാം. ഓക്കെ, ഇതേപോലത്തെ 2 ലേബലും കൂടെ വേണം നമുക്ക്. അപ്പോൾ Ctrl+C, Ctrl+V. അപ്പോൾ രണ്ടാമത്തെ ലേബലിന് L2 എന്ന് പേര് കൊടുക്കാം. അപ്പോൾ അത് നമ്പർ 2 ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തെ ലേബലിന് L3 എന്ന് പേര് കൊടുക്കാം. അത് റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, റിസൾട്ട്. എല്ലാ ലേബലും ഒരേ സൈസിലിരുന്നോട്ടെ, നമുക്ക് കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്പർ 1, നമ്പർ 2, റിസൾട്ട്. അപ്പോൾ ലേബിൾസായി. ഇനി വേണ്ടത് 3 ടെക്സ്റ്റ് ഫീൽഡ്സ് വേണം. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ഫീൽഡ്സ് ഉണ്ടാക്കാം. ടെക്സ്റ്റ് ഫീൽഡ് T1 = ന്യൂ ടെക്സ്റ്റ് ഫീൽഡ്. സൈസ് ഒരു 20 മതിയാവും, അതിന് കൂടുതലാണ്. ഓക്കെ, 20. അപ്പോൾ 3 ടെക്സ്റ്റ് ഫീൽഡ് വേണം. നമ്മൾ ജസ്റ്റ് ലൈൻ കോപ്പി ചെയ്യാം. ഓക്കെ, ദെൻ T1 പകരം T2, അടുത്തത് T3. അപ്പോൾ 3 ടെക്സ്റ്റ് ഫീൽഡായി. ഇനി വേണ്ടത് 4 ബട്ടൺസ് വേണം. ഓക്കെ, അപ്പോൾ ബട്ടൺ ഉണ്ടാക്കുക. J ബട്ടൺ
ബട്ടൻ്റെ പേര് ആഡ് എന്ന് കൊടുക്കാം. ഈക്വൽ ടു ന്യൂ ജെ ബട്ടൺ ആഡ് എന്നുള്ള ക്യാപ്ഷൻ ആണെങ്കിൽ ബ്രാക്കറ്റിൽ ഒരു പ്ലസ് ഒന്നും കൂടി ഇരുന്നോട്ടെ. ആഡ് ജസ്റ്റ് ആഡ് എന്ന് മതി. അല്ലെങ്കിൽ ഒന്നുകിൽ പ്ലസ് അല്ലെങ്കിൽ ആഡ്, തൽക്കാലം ആഡ് എന്ന് മാത്രം കൊടുക്കാം. ഓക്കെ. ഇനി അതേപോലെ 4 ബട്ടൺ വേണം. നമുക്കതിനെ ജസ്റ്റ് ഇത് കോപ്പി ചെയ്യാം. 2 3 4 ബട്ടൻ്റെ പേരുകളൊക്കെ മാറ്റണം. ആഡ് ഇതിൻ്റെ സബ് എന്ന് കൊടുക്കാം. ഇതിൻ്റെ ഇത് ഡിവ് മള്ളെന്ന് കൊടുക്കാം. ഇതിൻ്റെത് ഡിവ് എന്ന് കൊടുക്കാം. അതേപോലെ ഇവിടെ മാറ്റണം. സബ് മള്ള് ഡിവ്. ഓക്കെ. അപ്പോൾ ആവശ്യമുള്ള 4 ബട്ടൺസായി. അപ്പോൾ കംപ്ലീറ്റ് കാര്യങ്ങളായി. ഇനി സെറ്റ് കമ്പോണൻസ് എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. 3 ലേബൽ, 3 ടെക്സ്റ്റ് ഫീൽഡ്, 4 ബട്ടൺസ്. ഓക്കെ. ഇനി നമുക്കിത് ഫ്രെയിമിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഫ്രെയിമിൻ്റെ പേര് എഫ് എന്നാണ്. എഫ് ഡോട്ട് ആഡ് ഓർഡറിൽ ആഡ് ചെയ്യാം. അത് L1 ആഡ് ചെയ്യാം. ദെൻ എഫ് ഡോട്ട് ആഡ് T1 ആഡ് ചെയ്യാം. ഫസ്റ്റ് ടെക്സ്റ്റ് ഫീൽഡ്. അടുത്തത് എഫ് ഡോട്ട് ആഡ് L2 ആഡ് ചെയ്യാം. എഫ് ഡോട്ട് ആഡ് T2. അടുത്തത് എഫ് ഡോട്ട് ആഡ് L3, എഫ് ഡോട്ട് ആഡ് T3. ടെക്സ്റ്റ് ഫീൽഡ് 3 ആഡ് ചെയ്തു. 3 ലേബലും ആഡ് ചെയ്തു. ഇനി ബട്ടൺസ് ആഡ് ചെയ്യാം. എഫ് ഡോട്ട് ആഡ് എന്ന് പറഞ്ഞ ബട്ടൺ, എഫ് ഡോട്ട് ആഡ് സബ് എന്ന് പറഞ്ഞ ബട്ടൺ, എഫ് ഡോട്ട് ആഡ് മള്ളെന്ന് പറഞ്ഞ ബട്ടൺ, എഫ് ഡോട്ട് ആഡ് ഡിവ് എന്ന് പറഞ്ഞ ബട്ടൺ. അപ്പോൾ കംപ്ലീറ്റ് ബട്ടൺസ് ആഡ് ചെയ്തു. ഓക്കെ. ഇനി ഇവിടെ സെറ്റ് വിസിബിൾ എന്നുള്ള ലൈൻ എടുത്തിട്ട് നമുക്കിവിടെ താഴെ കൊണ്ടുവിടാം. കൺട്രോൾ X ഇവിടെ ഇരിക്കട്ടെ. എല്ലാ കമ്പോണൻസും ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രെയിമിനെ വിസിബിൾ ആക്കാം. ഓക്കെ. അപ്പോൾ കൺസ്ട്രക്ടറായി നമ്മൾ GUI ഡിസൈൻസ് കംപ്ലീറ്റ് അതിനകത്ത് ചെയ്തു. ഇനി വേണ്ടത് മെയിൻ ഫംഗ്ഷൻ എഴുതാം. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ string JS. ഓക്കെ. മെയിനകത്ത് ജസ്റ്റ് ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയാൽ മതി. കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഈക്വൽ ടു ന്യൂ കാൽക്കുലേറ്റർ. ഓക്കെ. നമ്മൾ ചെയ്ത ഇത്രയും കാര്യങ്ങളൊന്ന് റൺ ചെയ്ത് നോക്കാം. അങ്ങനെ എന്താ സംഭവിക്കാന്നുള്ളത്. സേവ് ചെയ്യാം. കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആക്കാം. ഡിയിൽ പ്രോഗ്രാംസ് എന്ന ഫോൾഡറിലാണ് സേവ് ചെയ്ത് വെച്ച്. അപ്പോൾ ജാവ C കാൽക്കുലേറ്റർ ഡോട്ട് ജാവ. ഓക്കെ. അപ്പോൾ അതിനകത്തൊരു എറർ ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ്സ് ആക്ഷൻ ലിസണർ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. കാൽക്കുലേറ്റർ ഇംപ്ലിമെൻറ്റ്സ് ആക്ഷൻ ലിസണർ. പക്ഷെ നമ്മൾ ഈ ആക്ഷൻ പെർഫോംഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷന് ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ആക്ഷൻ പെർഫോം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് ആ ഫംഗ്ഷൻ കൂടെ ഡിഫൈൻ ചെയ്യാം. അതിനകത്താണ് നമ്മൾ കംപ്ലീറ്റ് ഈവൻറ്റ് ഹാൻഡ്ലിങ്ങിൻ്റെ കോഡെല്ലാം എഴുതുക. ഓക്കെ. അപ്പോൾ പബ്ലിക് വോയിഡ് ആക്ഷൻ പെർഫോംഡ്, അതിൻ്റെ ഉള്ളിൽ ഒരു ആക്ഷൻ ഇവൻറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്, അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് AE എന്ന് പറഞ്ഞിട്ട് ദെൻ അതിൻ്റെ ഓപ്പൺ ബ്രേസ് ക്ലോസ് ബ്രേസ്. തൽക്കാലം ഇത്രയും മതി. അതിൻ്റെ ബോഡി അവിടെ നിൽക്കട്ടെ. നമുക്ക് ആ GUI ഡിസൈൻസ് വരുന്നുണ്ടോ നോക്കിയതിന് ശേഷം ബട്ടൻ്റെ ഇവൻറ്റ് ഹാൻഡ്ലിങ് എഴുതാം. ഓക്കെ. സേവ് ചെയ്യാം. എററൊന്നുമില്ല. റൺ ചെയ്യാം. ജാവ സ്പേസ് കാൽക്കുലേറ്റർ. ഓക്കെ. അപ്പോൾ അതാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ള ഒരു കാൽക്കുലേറ്റർ. ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ, അതിൻ്റെ റിസൾട്ട്, ഇവിടെ ആഡ്, സബ്, മള്ള്, ഡിവ്. അപ്പോൾ 4 ബട്ടൺസും കൊടുത്ത്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ഡിസൈന് ഏകദേശം കംപ്ലീറ്റ് ആയി. ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് ഇത്രയും വേണമെന്നില്ല, ആണെങ്കിൽ കുറച്ച് കുറയ്ക്കാം. ഇത്ര മതി. അപ്പോൾ അനുസരിച്ചിട്ട് നമുക്ക് അതിനകത്ത് ചേഞ്ചസ് വരുത്താം. ഓക്കെ. പ്രോഗ്രാമിലേക്ക് തന്നെ പോവാം. ഇപ്പോൾ ഇത് 300 വേണമെന്നില്ല, ഇത് ജസ്റ്റ് ഒരു 150 മതിയാവും. 150 സേവ്. ഓക്കെ. ദെൻ ഇപ്പോൾ കമ്പോണൻസ് ഒക്കെ ആഡ് ചെയ്തു. അതിൻ്റെ ഡിസൈൻസ് കംപ്ലീറ്റ് ആയി. ഇനി അതിൻ്റെ ആക്ഷൻ ഇവൻ്റാണ് എഴുതേണ്ടത്.
അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രോഗ്രാമിൽ തന്നെ എഴുതിയിട്ടുണ്ട്, സെയിം കോഡ് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. ഏത് ബട്ടനാണ് ക്ലിക്ക് ചെയ്തതെന്ന് ആദ്യം നോക്കണം. ആഡാണോ, സബ്ബാണോ, മള്ളാണോ, ഡിവ് ആണോ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. ആ ടെക്സ്റ്റ് ഫീൽഡിൻ്റെ കണ്ടൻറ്റ് ഈ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു സ്ട്രിങ് s1 ഈക്വൽ ടു t1 ഡോട്ട് ഗെറ്റ് ടെക്സ്റ്റ്. അപ്പോൾ t1 എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ഫീൽഡിൻ്റെ കണ്ടൻറ്റ് s1 ഉണ്ടാവും. സ്ട്രിങ് s2 ഈക്വൽ ടു t2 ഡോട്ട് ഗെറ്റ് ടെക്സ്റ്റ്. അപ്പോൾ t2 എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ഫീൽഡിൻ്റെ കണ്ടൻറ്റ് s2 ഉണ്ടാവും. പക്ഷേ ഇത് രണ്ടും സ്ട്രിങ് ആയിട്ടാണ് കിട്ടുക. കാരണം ടെക്സ്റ്റ് ഫീൽഡിനകത്ത് നമ്മൾ എന്ത് ടൈപ്പ് ചെയ്താലും അത് സ്ട്രിങ് ആയിട്ട് എടുക്കുകയുള്ളൂ. അപ്പോൾ ആ സ്ട്രിങ്ങിന് നമ്മൾ എന്ത് ചെയ്യണം, ഇൻറ്റീജറായിട്ട് കൺവേർട്ട് ചെയ്താൽ മാത്രമേ അഡീഷൻ സബ്ട്രാക്ഷനൊക്കെ നടത്താൻ പറ്റുള്ളൂ. ആ ടെക്സ്റ്റ് ഫീൽഡ് നിങ്ങൾ 25 എന്ന് ടൈപ്പ് ചെയ്താലും അത് സ്ട്രിങ് ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ, ഇൻറ്റീജറായിട്ട് കൺസിഡർ ചെയ്യില്ല. അപ്പോൾ നമുക്ക് ആ സ്ട്രിങ്ങിനെ ഇൻറ്റീജറായിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇൻറ്റീജറായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഫംഗ്ഷൻ ഇതാണ്. ഇത് കാണാതെ പഠിക്കുക. ഇൻറ്റീജർ ഡോട്ട് ഇൻറ്റീജർ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിനകത്ത് പാർസ് ഇൻറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഫംഗ്ഷനകത്തേക്ക് നമുക്ക് ഡാറ്റ കൊടുക്കാം s1. അപ്പോൾ s1 എന്ന് പറഞ്ഞ ഡാറ്റ സ്ട്രിങ്ങിനെ ഇൻറ്റീജറായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഒരു ഇൻറ്റ് n1 എന്ന് പറഞ്ഞ വേരിയബിളിൽ സ്റ്റോർ ചെയ്യാം. ഓക്കെ, അതേപോലെ രണ്ടാമത്തോ ഇൻറ്റ് n2 നമ്പർ 2 ഈക്വൽ ടു ഇൻറ്റീജർ ഡോട്ട് പാസ് ഇൻറ്റ് s2 എന്ന് പറഞ്ഞ രണ്ടാമത്തെ ടെക്സ്റ്റ് ഫീൽഡിൻ്റെ കണ്ടൻറ്റ് s2 അത് നേരെ n2ലേക്ക് ഇൻറ്റീജറായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് n2ൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് നമ്പർ n1 സെക്കൻഡ് നമ്പർ n2 ഇനി s1 s2 എന്ന് പറഞ്ഞിട്ട് ഇതിനാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. s1 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, t1 ഡോട്ട് ഗെറ്റ് ടെക്സ്റ്റ്. അപ്പോൾ അവിടെ s1 എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് നേരിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ലൈൻ അവിടെ കൊടുത്താൽ മതി. Ctrl+X അവിടെ കൊടുക്കാം. അതുപോലെ s2 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, t2 ഡോട്ട് ഗെറ്റ് ടെക്സ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ കണ്ടൻറ്റ് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം, അതിവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ലൈൻ നമുക്ക് ഡിലീറ്റ് ചെയ്യാം, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഫസ്റ്റ് നമ്പർ ഇൻറ്റ് n1 എന്ന് പറഞ്ഞാൽ t1 ഡോട്ട് ഗെറ്റ് ടെക്സ്റ്റ്. t1 എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ഫീൽഡിനകത്ത് നിന്ന് ഡാറ്റ ഗെറ്റ് ചെയ്യും, അത് ഇൻറ്റീജറായിട്ട് കൺവേർട്ട് ചെയ്യും, n1ൽ സ്റ്റോർ ചെയ്യും. ഇത് t2 എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ഫീൽഡിൽ നിന്ന് ഡാറ്റ ഗെറ്റ് ചെയ്യും, ഇൻറ്റീജറായിട്ട് കൺവേർട്ട് ചെയ്യും, n2ൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ പേര് കാണാതെ പഠിക്കുന്നത്. ഇൻറ്റീജർ എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിനകത്തുള്ളൊരു ഫംഗ്ഷനാണ് പാഴ്സിൻറ്റ്. ആ പാഴ്സിൻറ്റിലേക്ക് നമ്മൾ സ്ട്രിങ് ആയിട്ടുള്ള ഒരു നമ്പേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ട്രിങ്ങിനെ ഇൻറ്റീജറാക്കി മാറ്റിയിട്ട് ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ രണ്ട് നമ്പർ റെഡിയാക്കി വെക്കാം. ഇനി ഏത് ബട്ടനാണ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് അത് അഡീഷനോ സബ്ട്രാക്ഷനോ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് ബട്ടനാണെന്ന് ചെക്ക് ചെയ്യുക ആദ്യം. ഇഫ് AE ഡോട്ട് ഗെറ്റ് ആക്ഷൻ കമാൻഡ് നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിലൊക്കെ പഠിച്ചതാണ്. അതായത് ആ ബട്ടനെ ക്ലിക്ക് ചെയ്ത ബട്ടൻ്റെ ക്യാപ്ഷൻ അത് ഈക്വൽ ടു ആദ്യം നമ്മൾ ആഡാണോ നോക്കാം. ആഡ്, അപ്പോൾ ആഡ് എന്നുള്ള ബട്ടനാണ് ക്ലിക്ക് ചെയ്തതെങ്കിൽ ഓക്കെ, ഇൻറ്റ് ഒരു n3 ഈക്വൽ ടു n1 പ്ലസ് n2. ഓക്കെ, t3 ഡോട്ട് സെറ്റ് ടെക്സ്റ്റ് n3. ഓക്കെ, അപ്പോൾ ഈ n3 എന്നുള്ള എല്ലാ വേരിയബിളിനകത്തും എല്ലാ ഫംഗ്ഷനകത്തും ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഡിക്ലെയർ ചെയ്ത് വെക്കാം ഇൻറ്റ് n3. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്കിവിടെ ഇൻറ്റ് എന്ന് എഴുതേണ്ട ആവശ്യമില്ല, ജസ്റ്റ് n3 എന്ന് കൊടുത്താൽ. ഓക്കെ, അപ്പോൾ n3 എന്ന് പറഞ്ഞാൽ ഇൻറ്റീജറാണ്. അപ്പോൾ n3 എന്ന് പറഞ്ഞാൽ n1 പ്ലസ് n2 ആ രണ്ട് നമ്പറും കൂടി ആഡ് ചെയ്യും. ആഡ് ചെയ്തിട്ട് അത് t3ലേക്ക് സെറ്റ് ചെയ്യും. ഇത് ഏത് ബട്ടനാണെങ്കിൽ, ആഡ് എന്ന് പറഞ്ഞ ബട്ടനാണെങ്കിൽ. ഓക്കെ, ഇനി അതല്ലെങ്കിൽ എൽസ് ഇഫ് ഇതേ സംഗതി തന്നെ നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്യാം, ടൈപ്പ് ചെയ്യാം. എൽസ് ഇഫ് AE ഡോട്ട് ഗെറ്റ് ആക്ഷൻ കമാൻഡ് ഈക്വൽ ടു ആഡിന് പകരം അടുത്തത് സബ്. ഓക്കെ, സബ് ആണെങ്കിൽ
സബ് എന്നുള്ളതാണെങ്കിൽ ഇവിടെ എന്താ വ്യത്യാസം വരിക? ഇതേ ലൈൻസ് തന്നെയാണ്. അതിന് പകരം ഇവിടെ പ്ലസ് എന്ന് കൊടുത്തതിന് പകരം സബ്ട്രാക്ഷൻ ആണെങ്കിൽ എന്തോ മൈനസ് എന്നാവും. ഓക്കെ, ഇനി ഇതേ പോർഷൻ നമുക്ക് അങ്ങോട്ട് കോപ്പി ചെയ്യാം. സി അതല്ലെങ്കിൽ എൽസ് ഇഫ് സബിന് പകരം ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഇവിടെ മൈനസ് എന്നുള്ളതിന് പകരം ഇൻറ്റു എന്നാവും. വീണ്ടും ഒരു ഡിവിഷനും കൂടി ഉണ്ട്. ടു ഗെറ്റ് ആക്ഷൻ കമാൻഡ് അത് ടു എന്നാണെങ്കിൽ ഇവിടെ n1/n2. അപ്പോൾ 4 കംപ്ലീറ്റ് ആയി. അപ്പോൾ ആഡ് ആണെങ്കിൽ n1 + n2 കാണും, അത് സെറ്റ് ചെയ്യും. സബ് ആണെങ്കിൽ n1 - n2 കാണും, അത് സെറ്റ് ചെയ്യും. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ n1 × n2 കാണും, അത് സെറ്റ് ചെയ്യും. ഇനി ലാസ്റ്റ് ഡിവിഷൻ എന്ന് പറഞ്ഞ ബട്ടണാണ് ക്ലിക്ക് ചെയ്തെങ്കിൽ അത് സെറ്റ് ചെയ്യും. അപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞാൽ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യും. ഇത് റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് എറേഴ്സ് ഉണ്ടാവും, അത് നമുക്ക് കറക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മളെ ലോജിക്ക് കംപ്ലീറ്റ് ആയി. നമുക്കൊന്ന് സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ട് നമുക്ക് കമ്പൈൽ ചെയ്യാം. കാൽക്കുലേറ്റർ ജോഡിച്ചാൽ ഓക്കെ. 5-6 എറേഴ്സ് ഉണ്ട്. ഫസ്റ്റ് എറേഴ്സ് തന്നെ എന്താ? T1 അല്ലേ, കനോട്ട് ഫൈൻഡ് സിമ്പിൾ T1, T2, T3, T4 അതൊക്കെ T1, T2, T3 കനോട്ട് ഫൈൻഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എറേഴ്സ് നമുക്ക് കഴിഞ്ഞ പ്രീവിയസ് പ്രോഗ്രാമിലും ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് എറേഴ്സ് വരുന്നത്? അപ്പോൾ ഈ ആക്ഷൻ പെർഫോം എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്താണ് നമ്മൾ T1, T2 എന്നൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇവിടെ T1.getText, T2.getText, അതുപോലെ T3.setText എന്നൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഈ ഫംഗ്ഷനകത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഫംഗ്ഷനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഡിക്ലെയർ ചെയ്ത് എവിടെയാണ്? ഈ ഫംഗ്ഷനകത്താണ് T1, T2, T3 നമ്മൾ ഡിക്ലെയർ ചെയ്ത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രോഗ്രാമിൽ ചെയ്ത മാതിരി നമ്മൾ എന്ത് ചെയ്യുക? അതിനോട് ഗ്ലോബലായിട്ട് ഏറ്റവും പുറമെ ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ getText ഫീൽഡ് T1, T2, T3 3 ടെക്സ്റ്റ് ഫീൽഡും ഏറ്റവും ഗ്ലോബലായിട്ട് ഡിക്ലെയർ ചെയ്യാം. എന്നിട്ട് ഇവിടുന്ന് അതിനെ ഡിലീറ്റ് ചെയ്ത് കളയാം. ജസ്റ്റ് ഡിക്ലറേഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്, getText ഫീൽഡാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ വേറെ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. സേവ് ചെയ്യാം, ഒന്നുകൂടി കമ്പൈൽ ചെയ്ത് നോക്കാം. ഇപ്പോൾ അടുത്ത എറർ എന്ന് പറഞ്ഞാൽ ഇൻകോമ്പാറ്റിബിൾ ടൈപ്സ് ഇൻറ്റ് കനോട്ട് ബി കൺവേർട്ടഡ് ടു സ്ട്രിങ്. T3.setTextനകത്താണ് ഇവിടെയാണ് പ്രശ്നം വരുന്നത്. ഇവിടെ n3 എന്ന് പറഞ്ഞാൽ ഇൻറ്റീജറാണ്. പക്ഷേ ഈ setTextഉം getTextഉം ഒക്കെ വർക്ക് ചെയ്യുന്നത് സ്ട്രിങ്ങിനകത്താണ്. അപ്പോൾ നമുക്കൊരു ഇൻറ്റീജർ ഡയറക്റ്റായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഇൻറ്റീജറിനെ സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് ഇവിടെയാണ് സംഭവം. ഇവിടെ നമ്മൾ ഈ n1 എന്ന് പറഞ്ഞാലും n2 എന്ന് പറഞ്ഞാലും n3 എന്ന് പറഞ്ഞാലും ഇൻറ്റീജറാണ്. ഓക്കെ, അപ്പോൾ ഇൻറ്റ് n3 എന്ന് പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്ത് ആ ഇൻറ്റീജറിനെയാണ് നമ്മളിവിടെ T3 എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ഫീൽഡിൽ സെറ്റ് ടെക്സ്റ്റ് ആയിട്ട് കൊടുത്തത്. അപ്പോൾ ഇത് ഇൻറ്റീജറിനെ ഇങ്ങനെ സ്ട്രിങ് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെ സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പല വഴികളുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞാൽ പ്ലസ് ഡബിൾ കോട്ട്സ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ n3 എന്ന് പറഞ്ഞാൽ ഇൻറ്റീജറിൻ്റെ കൂടുതൽ ഒരു ബ്ലാങ്ക് സ്ട്രിങ് ആഡ് ചെയ്യും. ഈ പ്ലസ് എന്ന് പറഞ്ഞാൽ കോൺകാറ്റിനേഷനാണ്. അപ്പം പ്ലസ് ഡബിൾ കോഡ് എന്ന് പറഞ്ഞാൽ ഈ ഇൻറ്റീജറിൻ്റെ കൂടെ ഒരു ബ്ലാങ്ക് സ്ട്രിങ് ആഡ് ചെയ്യുമ്പോൾ ഇത് കംപ്ലീറ്റ് സ്ട്രിങ് ആയിട്ട് മാറും. ഓക്കെ, അതേപോലെ നമുക്ക് ഇവിടെ എല്ലായിടത്തും ചെയ്യാം. പ്ലസ് ഡബിൾ കോഡ്സ്, ഇവിടെ പ്ലസ് ഡബിൾ കോഡ്സ്, ഇവിടെ പ്ലസ് ഡബിൾ കോട്ടേഷൻ. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? n3 എന്ന് പറഞ്ഞ ഇൻറ്റീജറിനെ നമ്മളിവിടെ സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ, സേവ് ചെയ്യാം, ഒന്നുകൂടി കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു എറേഴ്സും ഇല്ല, എല്ലാ എറേഴ്സും ക്ലിയർ ആയി. നമ്മൾ ലാസ്റ്റായിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് റൺ ചെയ്യാം. ജാവ സ്പേസ് കാൽക്കുലേറ്റർ. ഓക്കെ, അപ്പോൾ നമ്മളെ കാൽക്കുലേറ്റർ വിൻഡോ ഓപ്പൺ ആയി. നമുക്കിതിനകത്ത് ടൈപ്പ് ചെയ്യാം. ഫസ്റ്റ് നമ്പർ ഒരു 3, സെക്കൻഡ് നമ്പർ 4, ആഡ്. അപ്പോൾ എന്താ സംഭവിച്ചത്? ഒന്നും വന്നില്ല, എറേഴ്സ് ഒന്നുമില്ല, പക്ഷേ ഔട്ട്പുട്ട് ഇല്ല. എന്തുകൊണ്ടായിരിക്കും ഔട്ട്പുട്ട് ഇല്ലാത്തത്? നമ്മൾ ഫങ്ഷൻസൊക്കെ എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അഡീഷൻ വന്നാൽ എന്താ നടക്കണ്ടേ, സബ്ട്രാക്ഷൻ വന്നാൽ എന്താ നടക്കണ്ടേ, മൾട്ടിപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്താൽ എന്താ നടക്കണ്ടേ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ ഒരു കാര്യം ഇതിനകത്ത് വിട്ടുപോയി. എന്താ വിട്ടുപോയത്? ഈ ബട്ടന് ലിസൺ ചെയ്യാൻ നമ്മൾ പറഞ്ഞില്ല. നമ്മളിവിടെ ബട്ടൺ ഉണ്ടാക്കി വെച്ചിട്ടേ ഉള്ളൂ. ആഡ്, സബ്, മൾഡിവ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ബട്ടനെ ക്ലിക്ക് ചെയ്യുമ്പം ഇവൻ്റ് ഉണ്ടാവുന്നുണ്ടോ എന്ന് ലിസൺ ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ അത്
പറയാത്തിടത്തോളം കാലം അതിൽ ഈ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് ആരും ലിസൺ ചെയ്യൂല. ഓക്കെ, അപ്പോൾ അത് ലിസൺ ചെയ്യാനും കൂടെ നമ്മളിവിടെ പറഞ്ഞു കൊടുക്കണം. ആഡ്, അപ്പം ബട്ടൻ്റെ പേര്, ഫസ്റ്റ് ബട്ടൻ്റെ പേര് ആഡ് എന്നാണ്. അപ്പോൾ ആഡ് ഡോട്ട് ആഡ് ആക്ഷൻ ലിസണർ ബ്രാക്കറ്റിൽ ദിസ്. ഓക്കെ, അതുപോലെ സബ്ട്രാക്ട് ബട്ടൺ സബ് ഡോട്ട് ആഡ് ആക്ഷൻ ലിസണർ ദിസ്. ഇത് മള്ള് ഡോട്ട് ആഡ് ആക്ഷൻ ലിസണർ ദിസ്. ഇത് ഡിവ് ഡോട്ട് ആഡ് ആക്ഷൻ ലിസണർ ദിസ്. അപ്പോൾ ആഡ് ആക്ഷൻ ലിസണർ എന്ന് കൊടുത്താൽ ആ ബട്ടനെ, ആഡ് എന്ന് പറഞ്ഞ ബട്ടണിൽ എന്തെങ്കിലും ആക്ഷൻ ഇവൻ്റ് ഉണ്ടാവുകയാണെങ്കിൽ ലിസൺ ചെയ്യണം. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള സംഗതി, ഇതാണ് ലിസൺ ചെയ്യുന്ന ആൾ. അപ്പോൾ ആഡ് എന്ന് പറഞ്ഞ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ആക്ഷൻ ലിസണർ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേരെ ആ ഒരു ആഡ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് വരുമ്പോൾ നേരെ ആക്ഷൻ പെർഫോം എന്ന ഫംഗ്ഷനിലേക്ക് പോകും. എന്നിട്ട് ഓരോ ബട്ടൺ ചെക്ക് ചെയ്യുക, ആഡാണോ സബ്ബാണോ മള്ളാണോ എന്നൊക്കെ ഉള്ളത്. ഓക്കെ, സേവ് ചെയ്യാം. ഒന്നുകൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കമ്പൈൽ ചെയ്യാം. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ കമ്പൈൽ ചെയ്യണം, എറേഴ്സൊന്നുമില്ല. റൺ ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ ഫസ്റ്റ് നമ്പർ ഒരു 3 കൊടുക്കാം, കുറച്ച് വലിയ നമ്പർ കൊടുക്കാം, ഒരു 8. ഇവിടെ ഒരു 2 കൊടുത്തു. ആഡ് 8 2 10. സബ്ട്രാക്ട് ചെയ്ത് 8 - 2 6. മൾട്ടിപ്ലിക്കേഷൻ 8 × 2 16. ഡിവിഷൻ 8/2 4. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് കാൽക്കുലേറ്റർ പ്രോഗ്രാമായി. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ആഡ് എന്ന് പറഞ്ഞ സിമ്പിളിന് പകരം നമുക്ക് പ്ലസ് എന്ന് പറഞ്ഞ സിമ്പിൾ ഇട്ടാൽ നമ്മുടെ സാധാരണത്തെ കാൽക്കുലേറ്റർ പോലെയായി. നമുക്ക് വേണമെങ്കിൽ ആ രീതിയിൽ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മാറ്റേണ്ട ജസ്റ്റ് ഇവിടെ മാറ്റിയാൽ മതി. ഇവിടെ ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നിടത്ത് മാറ്റണം. ഇവിടെ നമ്മൾ ആഡ് എന്ന് കൊടുത്തതിന് പകരം നമുക്കിവിടെ ജസ്റ്റ് ഒരു പ്ലസ് എന്ന് പറഞ്ഞ സിമ്പിൾ കൊടുത്താൽ മതി. അപ്പോൾ ആ ബട്ടൻ്റെ മുകളിൽ പ്ലസ് എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ നിങ്ങളെ രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഡിസൈൻ ചെയ്യും. അപ്പോൾ അതാണ് നമ്മുടെ കാൽക്കുലേറ്ററിൻ്റെ പ്രോഗ്രാം. അപ്പോൾ പ്രോഗ്രാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് പ്രീവിയസ് പ്രോഗ്രാമിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഓരോ സ്റ്റെപ്പ് മുന്നോട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രീവിയസ് പ്രോഗ്രാംസ് മനസ്സിലായതിന് ശേഷം മാത്രം ഇതിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രാം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.